ശമ്പള കമ്മീഷനെ നിയമിച്ച് ഇടതു സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. സർക്കാർ ജീവനക്കാരും അധ്യാപകരും പ്രകടനത്തിൽ പങ്കാളികളായി. ശമ്പള കമ്മീഷനെ നിയമിച്ച ഇടതു സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സർക്കാർ ജീവനക്കാരും അധ്യാപകരും ആക്ഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ പ്രകടനം നടത്തി. മൂന്നാമത് ഇടതുപക്ഷ സർക്കാർ വരണം. മൂന്നാമതും ഇടതുപക്ഷ സർക്കാർ വന്നാൽ എന്താ സംഭവിക്കുക? 13ാം ശമ്പള പരിഷ്കരണ യാഥാർത്ഥ്യമാവും. 2029 ഇപ്പൊ 2024 ശമ്പള പരിഷ്കരണം മുൻകാല പ്രാബല്യത്തോടുകൂടി നടപ്പിലാക്കാൻ പോകുന്നത്. 2029 ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുവാൻ മൂന്നാമതും ഇടതുപക്ഷ സർക്കാർ വരണം. 5 വർഷ തത്വം മുഴുവൻ പാലിച്ചുകൊണ്ടാണ് നമ്മുടെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നത്. ഇത് അട്ടിമറിക്കുവാനായിട്ട് UDF എത്രയോ തവണ അവരുടെ ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് 10 വർഷമാക്കണമെന്നുള്ളത്. മൂവാറ്റുപുഴ നഗരസഭ ഓഫീസ്, സിവിൽ സ്റ്റേഷൻ, MVIP തുടങ്ങിയ ഓഫീസുകൾക്ക് മുന്നിൽ നടത്തിയ പ്രകടനങ്ങളിൽ FSCTO എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഡാൽമിയ തങ്കപ്പൻ, കേരള NGO യൂണിയൻ എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജാസ്മിൻ PA തുടങ്ങിയവർ പങ്കെടുത്തു.